പ്രവാസികളെ ബാധിക്കുന്ന ബാങ്കിംഗ്, നോൺ ബാങ്കിംഗ് രംഗത്തുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട്. അവർ അടയ്ക്കേണ്ട ആദായ നികുതി, ലഭിക്കേണ്ട നികുതി ഇളവുകൾ, സാമ്പത്തിക വിനിമയ രംഗങ്ങളിൽ പ്രവാസികൾക്കുള്ള സംശയങ്ങൾ എന്നിവയ്ക്കൊക്കെ ഉത്തരം നൽകാൻ ഞങ്ങൾ ഒരു പങ്ക്തി ആരംഭിക്കുകയാണ്. പ്രശസ്ത ധനകാര്യ വിദഗ്ധൻ ബിജോയ് എം പൗലോസ് ആണ് നമ്മളോടൊപ്പം ചേരുന്നത്. ബിജോയ്, പ്രവാസ ലോകത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. ഈ പ്രവാസികളുമായി ബന്ധപ്പെട്ട ബാങ്കിങ്, നികുതി വിഷയങ്ങളുമായിട്ട് ചർച്ച ചെയ്യാനാണ് നമ്മൾ ഈ സെഗ്മെൻറ്റ് തുടങ്ങുന്നത്. അപ്പോൾ ഈയിടെ നമ്മൾ ഉണ്ടായ ഒരു സംസാരത്തിനിടയിൽ ചില പ്രവാസികൾക്ക്, പ്രത്യേകിച്ചും കൂടുതൽ നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത പ്രവാസികൾക്ക് ടാക്സ് നോട്ടീസ് വന്നതിനെ കുറിച്ചുള്ള ഒരു വിഷയം പറയണ്ടായല്ലോ. അത് വെച്ച് നമുക്ക് തുടങ്ങിയാലോ? നമ്മൾ 2-3 കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിൽ പ്രധാനമായിട്ട് നമ്മളന്ന് റഫീഖിന് ഒരു അത്ഭുതമായിട്ട് തോന്നിയത്, എനിക്ക് അവിടെ താനൂർ ഭാഗത്തുള്ള ഒരാൾക്ക് വന്ന നോട്ടീസ്, വീട് വെച്ച ആളുടെ. അത് ആക്ച്വലി അയാൾ ഒരു 1 കോടി രൂപ ചിലവാക്കിയാണ് അദ്ദേഹം വീട് പണിത്. 1.25 കോടിക്ക് മുകളിൽ അദ്ദേഹത്തിൻ്റെ വീട് പണിയാൻ ചിലവ് വന്നിട്ടുണ്ട്. മൊത്തം ചിലവ് വന്നു. അതെ. അപ്പോൾ അത് ഇൻകം ടാക്സിൽ അദ്ദേഹത്തിൻ്റെ മറ്റ് ചില ട്രാൻസാക്ഷൻസ്, ക്യാഷ് ട്രാൻസാക്ഷൻസ്, ക്യാഷ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഒരു നോട്ടീസ് വന്നു. ആ നോട്ടീസ് വന്നു കഴിഞ്ഞ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ എക്സ്പെൻഡിച്ചറുകളുടെ ഡീറ്റെയിൽസ് എല്ലാം അവർ ചോദിച്ചു. അങ്ങനെ വന്നപ്പോഴാണ് ഈ വീട് അവരുടെ ശ്രദ്ധയിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ ആ വീടിൻ്റെ ഒരു എസ്റ്റിമേറ്റ് അവർ കണ്ടെത്തി. അത് 1.25 കോടി രൂപയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, ഈ 1.25 കോടി രൂപയുടെ വീട് പണിയാൻ ഇദ്ദേഹത്തിൻ്റെ അതിൽ സോഴ്സ് ആകെ 23 ലക്ഷത്തിനുള്ളൂ. അതായത് അയാൾ വിദേശത്ത് നിന്ന് അയാളുടെ NRI അക്കൗണ്ടിലേക്ക് അയച്ചത് വെറും 23 ലക്ഷം രൂപയായിരുന്നു. ബാലൻസ് ഈ 1 കോടി രൂപ ചെലവാക്കാനുണ്ടായിരുന്ന എമൗണ്ട് ഇദ്ദേഹം ഈ ബാങ്കിൽ ക്യാഷ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് ചെയ്തേക്കണത്. ഇദ്ദേഹത്തിൻ്റെ ബാങ്കിൽ ക്യാഷ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്. ഒരു 10-60 ലക്ഷം രൂപയോളം ക്യാഷ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്തു. അതല്ലാതെ ഈ ഇദ്ദേഹത്തിൻ്റെ പർച്ചേസുകൾ, ഈ വീടിന് വേണ്ടിയിട്ടുള്ള പർച്ചേസുകളെല്ലാം കൂടി 1 കോടിക്ക് മുകളിൽ ക്യാഷ് പർച്ചേസുകളുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ ഇദ്ദേഹത്തിൻ്റെ എക്സ്പ്ലനേഷൻസ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ് കാര്യം എന്ന് വെച്ചാൽ, ഇദ്ദേഹം വിദേശത്ത് വർഷങ്ങളായിട്ട് 10-33 വർഷം പണിയെടുത്ത് അദ്ദേഹം അവിടെ ചോര നീരാക്കി പണിയെടുത്തുണ്ടാക്കിയ പണമാണ് നാട്ടിൽ ഈ വീട് പണിയാൻ ഉപയോഗിച്ചത്. പക്ഷേ അതിൽ സംഭവിച്ച ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, വലിയൊരു എമൗണ്ട്, ഇപ്പോൾ ഈ 1 കോടിയിൽ നിന്ന് നമ്മൾ പറഞ്ഞല്ലോ, ഏതാണ്ട് അതിനടുത്തൊരു തുക അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിന് ഗൾഫിൽ കടം കൊടുത്തു. ആ എമൗണ്ട് ഈ വീട് പണിയുടെ ആവശ്യം വരുമ്പോഴത്തേക്കും തിരിച്ചു തരാം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വ്യവസ്ഥ. അത് നാട്ടിൽ തിരിച്ചു തരാം എന്നായിരുന്നു വ്യവസ്ഥ. പക്ഷേ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, അദ്ദേഹം അത് തിരിച്ചു കൊടുത്തത് പലതും ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീനിലും അല്ലാതെ ക്യാഷായിട്ടും ഇദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ 1 കോടിക്ക് മുകളിലുള്ള എക്സ്പെൻഡിച്ചറിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ നേരത്തെ അദ്ദേഹത്തിന് വേറെ മാർഗ്ഗമൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് അദ്ദേഹം സത്യസന്ധമായിട്ട് ഈ സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, ഇതൊരു ഹവാല ട്രാൻസാക്ഷൻ പോലെയായി, ക്യാഷിൻ്റെ അനുവദനീയമായ പരിധിക്ക് മുകളിലായി. അത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും കൂടി വന്നിട്ട് ഇപ്പോൾ ഇൻകം ടാക്സ് ആക്ടിൻ്റെ അകത്ത് ഈ എക്സ്പ്ലെയിൻ ചെയ്യപ്പെടാത്ത എക്സ്പെൻഡിച്ചറുകളുടെയും ക്യാഷ് ക്രെഡിറ്റുകളുടെയും ഡെപ്പോസിറ്റുകളുടെ എല്ലാം ചാർജ് ചെയ്യുന്ന സെക്ഷൻസ് ഉണ്ട്. സെക്ഷൻ 69 മുതൽ അങ്ങനെയുള്ള സെക്ഷനുകളുണ്ട്. ആ സെക്ഷനുകളെല്ലാം പ്രകാരം ഇദ്ദേഹത്തിൻ്റെ ഏതാണ്ട് 1 കോടിക്ക് തൊട്ട് മുകളിൽ ഇദ്ദേഹത്തിൻ്റെ അൺഎക്സ്പ്ലെയിൻഡ് ക്യാഷ് എക്സ്പെൻഡിച്ചറും ഡെപ്പോസിറ്റും എല്ലാം കൂടി എന്തായിരിക്കും അതിൻ്റെ ഒരു അത് അത്രയും അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ട് ഇൻകം ടാക്സ് ട്രീറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഹയർ റേറ്റ് ടാക്സേഷനാണ്. 60% ടാക്സ്, 4% സെസ്, 25% സർചാർജ്, എഫക്റ്റീവ്ലി 76% വരും. പിന്നെ അതിൻ്റെ ഇൻട്രസ്റ്റും എല്ലാം കൂടി വന്നു കഴിയുമ്പോഴത്തേക്കും ഒരു 76% അതിന് ടാക്സ് വരും. പിന്നെ 76% ഏകദേശം 76 ലക്ഷം. 1 കോടി രൂപ പിടിച്ചാൽ 76 ലക്ഷം രൂപ. അവിടെയും കൊണ്ടും തീരണില്ല. ഇനി ഇതിനെ തന്നെ വീണ്ടും അവർക്ക് മിസ് റിപ്പോർട്ടിംഗ് ഓഫ് ഇൻകം, അണ്ടർ റിപ്പോർട്ടിംഗ് ഓഫ് ഇൻകം എന്നുള്ള കാറ്റഗറിയിലൊക്കെ കൊണ്ടുപോയാൽ 50% മുതൽ 200% വരെ വീണ്ടും അതിൻ്റെ പുറത്ത് പെനാൽറ്റി അടിക്കാം. അപ്പോൾ വളരെ അപകടകരമായ ഒരു സിറ്റുവേഷനിലാണ് നമ്മുടെ ഈ സുഹൃത്ത് നിൽക്കുന്നത്. ഇപ്പോൾ ബിജോയ് പ്രവാസികൾക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്താണ്? ഇത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിന്, മക്കളുടെ വിദ്യാഭ്യാസത്തിനോ സ്ഥലം വാങ്ങാനോ അല്ലെങ്കിൽ ഒരു വീട് നിർമ്മാണത്തിനോ, ഒരു പ്രവാസി അയാൾ വിദേശത്ത് സമ്പാദിച്ച പണം നാട്ടിൽ ഉപയോഗപ്പെടുത്തുമ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നിയമപരമായി നമ്മളിവിടെ എന്ത് ചെയ്യുമ്പോഴും, വീട് വയ്ക്കുക, സ്ഥലം വാങ്ങുക, വണ്ടി വാങ്ങുക, കുട്ടികളുടെ വിദ്യാഭ്യാസം, വിവാഹ ചെലവുകൾ, ഇത്തരത്തിലുള്ള എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പണം അവിടെ നിന്ന് ഇങ്ങോട്ട് അയക്കുമ്പോഴും അംഗീകൃത ബാങ്കിങ് ചാനലുകൾ അല്ലെങ്കിൽ മണി എക്സ്ചേഞ്ചേഴ്സ് അല്ലെങ്കിൽ പഴയ സിസ്റ്റത്തിൽ DD, ക്രോസ്ഡ് DD,
അത്തരത്തിലുള്ള ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ചാനലുകളിൽ മാത്രം പണം ഇങ്ങോട്ട് അയക്കുക. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കേസിൽ സംഭവിച്ചത്, ഇദ്ദേഹം ചെയ്തത് ഹവാല അല്ലെങ്കിലും അല്ലെങ്കിൽ ഹുണ്ടി ട്രാൻസാക്ഷൻ അല്ലെങ്കിലും ഇതിനെ സർക്കാർ അതിനൊരു ഹുണ്ടി ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഹവാല എന്നുള്ള രീതിയിലാണ് ഇനി ഇതിൻ്റെ അകത്ത് വേറെയും പ്രശ്നങ്ങളുണ്ട്. ഈ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്റ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് വേണമെങ്കിൽ കേസ് എടുക്കാം, ഇഡിക്ക് വേണമെങ്കിൽ ഇടപെടാം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാഗ്യത്തിന് ഇപ്പോൾ ആ ലെവലിലേക്കൊന്നും കാര്യങ്ങൾ പോയിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ എക്സ്പ്ലനേഷൻസ് ഗവൺമെൻറ് അത്രയും അക്സെപ്റ്റ് ചെയ്തിട്ട് ഇദ്ദേഹത്തിന് ഈ ഒരു പെനാൽറ്റി മാത്രം അടിച്ച് അവസാനിക്കും എന്നുള്ളൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. വലിയൊരു പെനാൽറ്റി. അതെ, തീർച്ചയായിട്ടും. 1 കോടി രൂപ ഇൻകത്തിന് അല്ലെങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റിന് 76 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ തന്നെ വലിയ, അതായത് 25% അല്ലെങ്കിൽ ബാക്കി കിട്ടുന്നുള്ളൂ. അതായത് ഇപ്പോൾ നമ്മുടെ പ്രവാസികളുടെ ഒരു ഇപ്പോൾ കുറഞ്ഞു വന്നിട്ടുണ്ടെങ്കിലും പ്രവാസികളുടെ ഒരു പൊതുപരിപാടിയാണ് നമ്മൾ അവിടെ നിന്ന് പേയ്മെൻറ്റ് കൊടുത്തിട്ട് ഇവിടെ ക്യാഷ് വാങ്ങുക എന്നുള്ളത്. അപ്പോൾ വളരെ തുച്ഛമായിട്ടുള്ള സർവീസ് ചാർജ് ലാഭിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് വെറുതെ അപകടങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടണത്. അപ്പോൾ പരമാവധി അത് ചെയ്യാതിരിക്കണം. അതുപോലെ നമുക്ക് വേണ്ടി ഇവിടെ ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീനുകളിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നവർ ഒരു ഹവാല ഏജൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ അടുത്തേക്ക് ഈ ഇഡിയുടെയും അന്വേഷണ ഏജൻസികളുടെയും കൈ എത്താനും സാധ്യതയുണ്ട്. പ്രവാസികൾ ശ്രദ്ധിച്ചല്ലോ, അതായത് നിങ്ങൾ നാട്ടിലേക്ക് അയക്കുന്ന എന്തൊരു ഇൻവെസ്റ്റ്മെൻറ്റും അത് റെഗുലർ ആയിട്ടുള്ളൊരു ചാനലിലൂടെ, ബാങ്കിങ് രീതികളിലൂടെയോ അല്ലെങ്കിൽ മണി എക്സ്ചേഞ്ചുകളിലൂടെയോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് DD ആയിട്ടോ മാത്രം ചെയ്യുക എന്നാണ് നമ്മുടെ സാമ്പത്തിക കാര്യ വിദഗ്ധൻ ബിജോയ് അഭിപ്രായപ്പെടുന്നത്. ശ്രദ്ധിക്കുക.